വാക്കിംഗ് ടൂർ ആർ എൽ സ്റ്റീവൻസൺ എഴുതിയിട്ടുള്ള വർക്കാണ്. ആർ എൻ സ്റ്റീവൻസൺ ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റാണ്, പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, ഒരു ട്രാവൽ റൈറ്ററൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള നോവൽസാണ് ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു വാക്കിംഗ് ടൂർ വിക്ടോറിയൻ പീരീഡിൽ എഴുതിയിട്ടുള്ള വർക്കാണ്. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഇത് ഏത് പീരീഡിലാണ് എഴുതിയിട്ടുള്ളത് എന്നൊന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ആ ഒരു പീരീഡിൻ്റെ 1-2 ഫീച്ചറും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു റൈറ്റിങ്ങിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽസിനകത്തേക്ക് പോവുക. അപ്പം ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറിലെ ഈ മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ പോർഷൻസ് ഒക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, മലയാളത്തിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. നമുക്ക് ചാപ്റ്ററിനകത്തേക്ക് പോകാം. അപ്പം വാക്കിംഗ് ടൂറിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിനെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിലോ ബസ്സിലോ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ വാക്ക് ചെയ്ത് തന്നെ പോവുക, നടന്ന് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് പോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലേ, നമ്മൾ ചെറിയ ട്രെയിനിനകത്തൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ അത്തരം വണ്ടികളിനകത്തൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് നേച്ചറിനെ എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ വണ്ടിക്കകത്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ സ്ഥലങ്ങളെ കൂടുതൽ മനോഹരമായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെ തന്നെ പോവുക, നിങ്ങൾ നടന്ന് തന്നെ പോവുക. പിന്നെ നടന്ന് പോകുക എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് സ്പീഡിൽ നടന്നു പോകാനായിട്ട് പാടില്ല. അത് വളരെ പീസ്ഫുൾ ആയിട്ട് സമാധാനത്തെ നടന്ന് പോയി എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു യാത്ര എൻജോയ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾ ഒരുപാട് സ്പീഡിൽ നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എതയ്ക്കും, നിങ്ങൾ ക്ഷീണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ യാത്ര ഒരു മനോഹരമാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സമാധാനത്തെ നടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതിനെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അതായത് ആ പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നും പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് നടക്കുക. അത് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസും ഫ്രീഡവും ഒക്കെ കിട്ടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആൾ നമ്മുടെ കൂട്ടായിരിക്കില്ല, നമ്മുടെ ഒരു നേച്ചറുള്ള ആളായിരിക്കില്ല. അയാൾ എപ്പോഴും സംസാരിക്കുക അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് യാത്ര നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഒരുപാട് ഈ ലഗേജൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ആദ്യമേ അതൊരു ബേർഡൻ ആയിട്ടായിരിക്കും, ഒരു ഭാരമായിട്ടോ ഇതെല്ലാം ചുമന്നുകൊണ്ട് പോകണമല്ലോ എന്നുള്ളൊരു ഭാരമായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ആ യാത്ര കുറേ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്കതൊരു കംഫർട്ടായിട്ട് മാറും, നിങ്ങളുടെ ബോഡിയിലെ ഒരു പാർട്ടായിട്ടത് മാറും. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് ഒരുപാട് വറീസും ആൻസൈറ്റിയും മനസ്സിൽ ഒരുപാട് ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നടന്നാൽ നിങ്ങൾക്ക് യാത്ര എൻജോയ് ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങൾ മനസ്സ് വളരെ ശാന്തമായിട്ട് വേണം. നമ്മൾ ആ വാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രയെ എൻജോയ് ചെയ്യാനുള്ള ഒരു മനോഭാവമായിട്ട് വേണം പോകേണ്ടത്. അല്ലാതെ വീട്ടിലെ പ്രശ്നങ്ങളോ നാട്ടിലെ പ്രശ്നങ്ങളോ ലൈഫിലെ ഇഷ്യൂസോ ഒക്കെ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് ഒരു മെമ്മറീസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇതിനകത്ത് ഒരു ഐഡിയൽ വാക്കർ എന്ന് അദ്ദേഹം റെഫർ ചെയ്തിട്ടുള്ളത് വില്യം ഹാസ്ലിറ്റിനെയാണ്. WILLIAMHAZLIT വില്യം ഹാസ്ലിറ്റിനെയാണ് ഒരു ഐഡിയൽ വാക്കർ എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നത് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി വാക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓടാൻ പാടില്ല, ചാടാൻ പാടില്ല. അതൊക്കെ നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യും. അതുകൊണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി വാക്കാണ് ആ ഒരു ഐഡിയൽ വാക്കർ അഡ്വൈസ് ചെയ്യുന്നത്. ആ സ്ലോ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു വാക്ക് നമുക്കൊരു സൂത്തിങ് എഫക്റ്റ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ആ ഒരു നിലനിൽക്കുന്ന ആ ഒരു ബാഡ് മൂഡാണെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ചില ആൾക്കാരൊക്കെ റിലാക്സേഷന് വേണ്ടി സ്മോക്ക് ചെയ്യാറുണ്ട്. അവരുടെ ഹാപ്പിനെസ്സിനൊക്കെ വേണ്ടി അവർ സ്മോക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഒരിക്കലും നടക്കുന്ന സമയത്ത് നമ്മൾ ടൈമിനെ കുറിച്ച് വറീഡാകാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ഇത്ര ടൈം പോകുമല്ലോ എന്നുള്ളത് നമ്മൾ വറീഡാകാനായിട്ട് പാടില്ല. അപ്പം ഈ ബിസിനസ് മാൻ പോലെയുള്ള ആൾക്കാരൊക്കെ അവരെപ്പോഴും അവരുടെ ഈച്ച് ആൻഡ് എവറി സെക്കൻഡിനെ പറ്റി വറീഡായിരിക്കും. അപ്പം അവർ യാത്ര ചെയ്യുന്ന സമയത്ത്, അവർ വാക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് ആ ഒരു യാത്രയെ എൻജോയ് ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ നിങ്ങളിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് നിങ്ങൾ ടെൻറ്റ് ചെയ്യുന്നു, അവിടെയുള്ള വില്ലേജേഴ്സുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. അപ്പം ആ വില്ലേജേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സംസാരമായിരിക്കും. നമുക്കവിടെ യാതൊരു വിധത്തിലുള്ള ബാരിയേഴ്സും ഇല്ല. കാരണം അവരെ നമ്മൾ പിന്നെ കാണുന്നില്ല. നമുക്ക് അൺനോൺ ആയിട്ടുള്ള പീപ്പിൾസാണ് അവർക്ക് നമ്മളും അൺനോൺ ആണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീലിങ്സിനെയൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടയിൽ ബാരിയേഴ്സ് ഒന്നും ഉണ്ടായിരിക്കും ഇല്ല. ഈ വാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ജീവിക്കാൻ മറന്നുപോയിട്ടുള്ള ആൾക്കാർ, ദ പീപ്പിൾ ഹു ഫോർഗെറ്റ് ടു ലീവ്, അതായത് ഈ മണി മേക്കിങ്ങിൻ്റെയൊക്കെ പുറയിൽ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് മാൻ ഈച്ച് ആൻഡ് എവറി സെക്കൻഡിനെ കുറിച്ച് വറീഡാവുന്ന അത്തരം ആൾക്കാരൊക്കെ ജീവിക്കാൻ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഡെത്തിൻ്റെ ടൈമിൽ അവർക്ക് ഈ ലൈഫിൽ യാതൊരു തരത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഓൺ വേൾഡിൽ നമ്മുടെ ടൈമിനെ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക. നമ്മൾ വാക്കിംഗ് ടൂറ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിനെ കൂടുതൽ